ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടും ഒരുപാട് വേദനകൾ തിന്ന് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത ആ ഒരു അസുഖം ഈ എന്റെ കയ്യിലിരിക്കുന്ന ഒരു പച്ച മരുന്നുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഫൈൽസ്, ഫിഷർ, ഫിസ്തുല അത് വേദമായി വരൂ. വിതിൻ 3 days കംപ്ലീറ്റ് നോർമൽ ആയിക്കോളും. 10 ദിവസം കൊണ്ട് 30% കുറവായി വരുന്ന മെഡിസിനാണ് ഇത് ഫൈലോകെയർ പറയുന്ന ഈ മെഡിസിനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. ഞാനിവിടെ വന്നപ്പോഴേ ഒരമ്മ ഇവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്കറിയാവേ. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഏതാണ്ട് 2-3 മണിക്കൂറായി. ഇവിടെ നല്ല റഷാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നമുക്ക് ഡോക്ടറോട് ചോദിക്കാവേ. വൈദ്യരെ, ഇപ്പോഴേ ഇവിടുന്ന് ഒരമ്മ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയില്ലേ, അതിൻ്റെ റീസൺ എന്താണെന്നൊന്ന് പറയാവോ? ഇത് പൈൽസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ അമ്മ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ആ ഒരു വേദന ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. ആ ഒരു സന്തോഷമാണ് ആ അമ്മ പ്രകടിപ്പിച്ചിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മളെ എല്ലാ ക്ലിനിക്ക് കർണാടകം, കേരളം, മഹാരാഷ്ട്രം, അതല്ലാതെ തമിഴ്നാട്ടിൽ എല്ലാ ക്ലിനിക്കിൽ ഇതേ മെഡിസിനാണ് കൊടുക്കുന്നത്. ഈ മെഡിസിനാണ് അത് 6 gram മെഡിസിൻ. ആ 6 gram മെഡിസിൻ ഒരു പ്രാവശ്യം കഴിക്കുന്ന സമയത്ത് 6 gram മെഡിസിന് ഇത് കഷായ ഇല്ലെങ്കിൽ വെള്ളത്തിൽ പരട്ടി കഴിക്കാനാണ്. ബിഫോർ 1 hour അല്ലെങ്കിൽ കാലത്തെ ചായ കുടിക്കുന്നതിലേക്ക് 1 മണിക്കൂർക്ക് മുമ്പ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിലേക്ക് 1 മണിക്കൂർ മുമ്പ്, രാത്രി ചോറ് കഴിക്കുന്നതിലേക്ക് 1 മണിക്കൂർക്ക് മുമ്പ് കഴിക്കേണ്ടിരിക്കാത്ത മരുന്നാണ് ഇത്. ഒരു മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം കൊണ്ട് അവർക്ക് വേദമായി വരും, നല്ല റിലീഫ് ഉണ്ടാവും. അടുത്ത ദിവസം മറ്റേ ദിവസം 10 ദിവസത്തിൽ ഒരു ബെറ്റർ അല്ല 30% റിസൾട്ട് ഉണ്ടാവും. 30% റിസൾട്ട് ഉണ്ടാവും. അതാണ് ഈ മരുന്ന് സാൽമറ ഫൈലോകെയർ പറഞ്ഞിട്ട്. ഈ അമൂല്യ മരുന്നാണ് അതിന് കാരണം. ഇത് തയ്യാറാക്കിയ വൈദ്യരോട് നമുക്ക് ചോദിക്കാമേ ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നേ. വൈദ്യരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാവോ? ഈ മരുന്ന് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായി. അപ്പോൾ ഇത് 60 കൊല്ലത്തേക്ക് മുമ്പായി ഞങ്ങൾ പാരമ്പര്യമായി കൊടുത്തു വന്നെനിക്കത് മരുന്നാണ്. ഇതിൻ്റെ റിസർച്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ലൈസൻസ് എടുത്തിട്ട് ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട് 2-3 ലക്ഷം പേഷ്യൻറ്റിക്ക് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ട് ഞങ്ങളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഒരു ഡോസ് കൊണ്ട് പേഷ്യൻറ്റിക്ക് ഫൈൽസ്, ഫിഷർ, ഫിസ്തുല അത് വേദമായി വരൂ. വിതിൻ 3 days കംപ്ലീറ്റ് നോർമൽ ആയിക്കോളും. 10 ദിവസം കൊണ്ട് 30% കുറവായി വരുന്ന മെഡിസിനാണ് ഇത് ഫൈലോകെയർ പറയുന്ന ഈ മെഡിസിനാണ്. ഇത് പച്ച മരുന്നാണ്. ഈ ഒരു മരുന്ന് ആയുർവേദ പച്ചമരുന്ന്, അതായത് പരമ്പരാഗതമായിട്ട് ഇവർക്ക് കൈമാറി വന്ന ഒരു പച്ചമരുന്ന് രീതിയാണിത്. ഇത് കഴിച്ചിട്ട് ഏതാണ്ട് 3 ലക്ഷത്തോളം ആൾക്കാർക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം അവരുടെ അസുഖത്തിൽ നിന്ന് അവർക്ക് പൂർണ്ണമായിട്ട് മുക്തി നേടിയിട്ടുള്ള ഒരു മരുന്നാണ്. ഏതാണ്ട് 3 ലക്ഷത്തോളം ആൾക്കാർക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മരുന്നും കൂടിയാണ് ഇത്. വൈദ്യരെ, ഈ ഒരു മെഡിസിൻ നമ്മൾ കഴിക്കുമ്പം എന്തെങ്കിലും പഥ്യങ്ങളോ കാര്യങ്ങളോ ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും വരുത്തേണ്ടതായിട്ട് വരുമോ? 100% പഥ്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ഞങ്ങൾ ഇറച്ചി, കോഴി, മീൻ കഴിക്കാൻ പാടില്ല എന്ന് പറയൂ. അതാണെങ്കിൽ കുറേ വെജിറ്റബിൾ കഴിക്കാൻ പാടില്ല. സിട്രിക് ആസിഡ് ഉണ്ടെങ്കിൽ എനിക്കത്തെ എന്ത് ഫുഡും കഴിക്കാൻ പാടില്ല. പിന്നെ കൂടുതലായിട്ട് വർക്ക് പ്രഷർ ഉണ്ടാകുന്നു. അവർക്ക് കുറച്ച് വീട്ടിൽ ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് മരുന്ന് കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ മരുന്ന് കഴിച്ച ഉടനെ റിസൾട്ട് ഉണ്ടാവും. ഒരു ഡോസ് മരുന്ന് കഴിച്ചാൽ 100% റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിക്കാൻ പാടില്ല, പഥ്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് പേഷ്യൻറ്റിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ചിട്ട് അവർ മരുന്ന് എടുക്കുന്നുണ്ട്. നന്നായിട്ട് റിസൾട്ട് 10 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും. അവർക്ക് വേദന ഉണ്ടെങ്കിൽ മാറി കിട്ടും. അവിടെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ കുറഞ്ഞു വരും. അവിടുന്ന് മലം വിസർജന സമയത്ത് അവിടുന്ന് ഒരു ഇറച്ചി മാതിരി അവിടുന്ന് മാംസം മാതിരി വെളിയിൽ വരുന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരും. അതല്ലാതെ ഫിഷർ, ഫിസ്തുല പറഞ്ഞാൽ അവിടെ പസ് മാതിരി വരുന്നുണ്ട്, ഗം മാതിരി വരുന്നുണ്ട്, വെള്ളം മാതിരി വരുന്നുണ്ട്. അത് എന്തുണ്ടാലും 10 ദിവസത്തിൽ 100% അവർക്ക് 30% റിസൾട്ട് ഉണ്ടാവും. അതാണ് ഈ സാൽമറ ഫൈലോകെയർ പറയുന്ന എനിക്കത്തെ മെഡിസിനാണ്. അത് റിസൾട്ട് ബെസ്റ്റ് റിസൾട്ട് കർണാടകയിലെ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്പർ 1 മെഡിസിൻ എന്ന് ഇപ്പോൾ പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു വ്യക്തിയിലേക്ക് ഈ ഒരു അസുഖം അവർക്ക് വന്നു എന്ന് അവരെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു അസുഖത്തിൽ? സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒരാൾക്കാർ അവർക്ക് മലവിസർജന സമയത്ത് അവിടെ വേദന ഉണ്ടാവും, അവിടെ നന്നായിട്ട് ഇരിച്ചലുണ്ടാവും, അവിടെ ചൊറിച്ചലുണ്ടാവും, അവിടെ പുകച്ചലുണ്ടാവും. അല്ലാതെ അവിടുന്ന് എന്തെങ്കിലും വെള്ളം മാതിരി വരൂ, അല്ലെങ്കിൽ അവിടെ ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത എനിക്കത്തെ വേദന ഉണ്ടാവും. ഇത്
അവർക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ആ സമയത്ത് ഇങ്ങോട്ട് എത്തിയാൽ അവർക്ക് 1 മാസം കൊണ്ട് കംപ്ലീറ്റ് മാറി കിട്ടും. 3 മാസം കോഴ്സ് ചെയ്തിട്ട് അവിടേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസൾട്ട് അവർക്ക് ഒരു ദിവസം 3 ദിവസത്തിൽ അവർക്ക് 100% റിസൾട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ കർണാടക, കേരള, മഹാരാഷ്ട്ര, തമിഴ്നാട്ടിൽ ഞങ്ങളെ ബ്രാഞ്ചസ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ബ്രാഞ്ചസ് ഓപ്പൺ ആയതിലേക്ക് ശേഷം ഞങ്ങൾ ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം പേഷ്യൻ്റ് നമ്മളിൽ കോണായി വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ ഏതാണ്ട് അതായത് കൊല്ലത്തുനിന്ന് ഇന്നലെ ഇറങ്ങിയിട്ട് രാവിലെ ഒരു 10 മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ്. ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1:30 ആയിട്ടുണ്ട്. അത്രയും സമയം ഞങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ ഇവിടെ വൈദ്യരെ കാണാൻ വന്നിട്ടുള്ളത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിൻ ആണ് ഇവിടെ കൊടുക്കുന്നതെന്ന്. വൈദ്യരെ, അപ്പൊ നമ്മുടെ ഈ മരുന്ന് ഇപ്പൊ ആവശ്യമായിട്ട് ഒരുപാട് പേര് വരും. എങ്ങനെ നമുക്കിത് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റും? നമുക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ഇപ്പം ഞങ്ങൾ കർണാടകയിൽ 5 ബ്രാഞ്ചസ് ഉണ്ട്, കേരളത്തിൽ 2 ബ്രാഞ്ചസ് ഉണ്ട്, അത് കൂടാതെ മഹാരാഷ്ട്രയിലുണ്ട്, അല്ലാതെ തമിഴ്നാട്ടിൽ ഇപ്പോൾ അടുത്ത് 2 ബ്രാഞ്ചസ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും മുന്നേക്ക് ഒരു 50 ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്ന എനിക്കത് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. 2028 ആകുമ്പോൾ 50 ബ്രാഞ്ചസ് ഓൾ ഓവർ ഇന്ത്യ ഞങ്ങൾ ചെയ്യുന്ന എനിക്കത് ഒരു ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കിത് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ടോ? ഓൺലൈന് കൊടുക്കാം. ഞങ്ങൾക്ക് ഓൺലൈന് അയക്കുന്ന ഒരു കൂടുതലായിട്ട് ഒരു താല്പര്യം ഇല്ല. എന്തിനു പറഞ്ഞാൽ ഈ മെഡിസിൻ ഞങ്ങളടിക്കെ വന്നിട്ട് മാണിച്ചാൽ അവർക്ക് ഞങ്ങൾ കറക്റ്റായിട്ട് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കും. അതിലേക്ക് ഇങ്ങോട്ട് വന്ന് എത്തിയാൽ അവർക്ക് മെഡിസിൻ്റെ റിസൾട്ടും കിട്ടുകയും ഇപ്പോൾ ഒരാൾക്ക് സഹിക്കാൻ കഴിയാതെ എനിക്കത് ഒരു വേദന ഉണ്ടെങ്കിൽ ഞങ്ങളെ ബ്രാഞ്ചിക്ക് വന്നെത്തിയാൽ ഒരു ഡോസ് മരുന്ന് ഞങ്ങൾ ഫ്രീ ആയി കഴിക്കാൻ കൊടുക്കാം. ആ ഒരു ഡോസ് മെഡിസിനിൽ നന്നായിട്ട് ഒരു ആശ്വാസം ഉണ്ടാവും. ആ ആശ്വാസത്തിൻ്റെ അനുസരിച്ചിട്ട് പേഷ്യൻറ്റിന് മരുന്നെടുത്ത് പോവാം. അതിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. കൊറിയർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. ചെയ്തതിലേക്ക് ശേഷം തിരിച്ച് കോൾ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ലാംഗ്വേജ് ഇപ്പം ഞാൻ കുറച്ച് മലയാളം ഒപ്പിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഞങ്ങളെ സ്റ്റാഫിക്ക് മലയാളം സംസാരിക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ മരുന്ന് അയച്ചു കൊടുക്കുന്നതിലേക്ക് ബുദ്ധിമുട്ടില്ല. കേരളത്തിൽ 2 ബ്രാഞ്ച് ഉണ്ട്, എറണാകുളം ഉണ്ട്, കാലിക്കറ്റ് ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ ഈ ബ്രാഞ്ചിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതാണ്ട് 30 വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് വൈദ്യർ നമ്മളോട് ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഈ ഒരു ഫീൽഡിൽ അദ്ദേഹത്തിന് എത്രത്തോളം പരിചയം ഉണ്ടെന്ന്. പിന്നെ നിങ്ങൾ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്, ഒന്ന് എറണാകുളവും ഒന്ന് കാലിക്കറ്റുമാണ്. നിങ്ങൾക്ക് ഈ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നവർക്ക് അവിടെ പോയി ബെറ്റർ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്.